നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ദേ നോക്ക് ശിവാനി, ഞാനതൊക്കെ മറക്കാൻ ശ്രമിക്കുമ്പോ വീണ്ടും വീണ്ടും നീ അതൊക്കെ ഓർമ്മിപ്പിക്കുകയാണോ എന്നെ? ഒന്ന് നിർത്താമോ നിനക്ക്? ഞാൻ നിധിയെ തോൽപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു എന്നറിയാമോ? എല്ലാത്തിന്നും അവള് പക്ഷെ രക്ഷപ്പെടുക. രക്ഷപ്പെടും ആന്റി. തോൽപ്പിക്കാൻ ശ്രമിച്ചാലെന്നല്ല, കൊന്നു ചുട്ടരിച്ചാ പോലും ആ ചാരത്തിൽ നിന്ന് ഞാൻ എഴുന്നേറ്റ് വരും. ശിവാനിയോടാണ് സംസാരിച്ചുകൊണ്ടിരുന്നതെന്നും എനിക്ക് മനസ്സിലായി. നിനക്ക് മനസ്സിലായി എന്ന് കരുതി ഞാനെന്താ പോയി ആത്മഹത്യ ചെയ്യണോ? അതൊക്കെ ആന്റിയുടെ ഇഷ്ടം. പക്ഷേ ഒന്ന് ഞാൻ പറഞ്ഞേക്കാം, അവളുടെ ഉപദേശം കേട്ട് പ്രവർത്തിക്കുന്ന നിലവാരത്തിലേക്ക് ആന്റി തരം താഴ്ന്നു പോവരുത്. ലോക്കൽ നാടകക്കാരെ വിളിച്ചോണ്ടുവന്ന് ഇൻകം ടാക്സ് ഓഫീസേഴ്സായി അവതരിപ്പിക്കാനും വേണ്ടി മണ്ടത്തരം ഉപദേശിച്ചു തന്നത് ശിവാനിയായിരിക്കുമല്ലേ? ഇനി ഇങ്ങനെ എന്തെങ്കിലും കലാപരിപാടി നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒറ്റ വാക്ക് എന്നോട് പറഞ്ഞാൽ മതി. നല്ല പ്രൊഫഷണൽ നാടകക്കാരെ ഞാൻ തരാം. അതല്ല, അമച്വറിൽ അഭിനയിക്കുന്ന എന്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്, അവരെ ഞാൻ അറേഞ്ച് ചെയ്തു തരാം. നീ എന്നോട് മത്സരിക്കാൻ ഇറങ്ങരുത് നിധി. ജീവിക്കാൻ പാടുപെട്ടു പോവും. പിന്നെ നീ ജീവിക്കാൻ വലിയ പാട് തന്നെയാണ് മാഡം, പ്രത്യേകിച്ച് നേർവഴിക്ക് ജീവിക്കുമ്പോ. കുബുദ്ധിയും കുതന്ത്രങ്ങളും കൊണ്ട് ജീവിക്കാനാണെങ്കിൽ അത് വളരെ എളുപ്പമാണ്. പക്ഷേ ശാശ്വതമായിരിക്കില്ല എന്നൊരു വ്യത്യാസം കൂടിയുണ്ട്. ഇതുപോലെ മുനയൊടിഞ്ഞിങ്ങനെ മുന്നിൽ നിൽക്കേണ്ടി വരുമെന്ന് മനസ്സിലായോ? മാഡം നേരത്തെ എന്നോട് മുഴക്കിയൊരു ഭീഷണിയുണ്ട്, ജീവിക്കാൻ പാടുപെടുമെന്ന്. എന്നാൽ ഞാൻ വേറൊരു ഭീഷണി അങ്ങോട്ട് പറയാം. ആ നാടകക്കാരെ ഏർപ്പാടാക്കിയത് ആന്റിയാണെന്ന് അവര് പറയുന്ന വോയിസ് റെക്കോർഡ് എന്റെ ഫോണിൽ കിടപ്പുണ്ട്. അത് ഞാനൊന്ന് ഗൗതമിനെ കേൾപ്പിച്ചു കൊടുത്താലുള്ള അവസ്ഥ ആന്റി ഒന്ന് ആലോചിച്ച് നോക്കി. മഹാ കഷ്ടായിരിക്കില്ല ആന്റി അത്? പലപ്പോഴും പലതും ഞാൻ മറച്ചു വെക്കുന്നത് ആന്റിക്കെതിരെയുള്ള പല തെളിവുകളും പുറത്തറിയിക്കാതെ മനസ്സിൽ വെക്കുന്നതും പേടിച്ചിട്ടാണെന്ന് ധരിച്ചു കളയരുത്. മറ്റുള്ളവർ വേദനിക്കാതിരിക്കാൻ പല സത്യങ്ങളും ഞാൻ ഉള്ളിൽ ഒതുക്കും. പക്ഷേ അതിനൊക്കെ ഒരു പരിധിയുണ്ട് ആന്റി. അത് കഴിഞ്ഞാൽ ഞാൻ മുന്നും പിന്നും നോക്കില്ല. ഗൗതമിന്റെ മനസ്സ് വേദനിച്ചാലും കുഴപ്പമില്ലാന്ന് ഞാൻ അങ്ങോട്ട് വെക്കും. ഈ മനസ്സിൽ വിഷം എത്രത്തോളം ഉണ്ടെന്ന് ഗൗതം അറിയട്ടെ എന്ന് തീരുമാനിക്കും ഞാൻ. ഇതൊരു താക്കീടായി തന്നെ എടുത്തോളൂ. നോക്ക്, എന്നോട് വെറുതെ മത്സരിക്കാൻ വരരുത്, കേട്ടല്ലോ? എത്രയാ? 100. അതിനിനിയും ദിവസമുണ്ടല്ലോ പാറു, നമുക്ക് ഒരുമിച്ച് തന്നെ പോവാം. എന്താ പോരെ? അവസാനം കാലു വരാതിരുന്നാ മതി. ഓ, ഇത് ആര്? ചന്ദ്രികയോ? വാ വാ. മോളെ നിധി, ഇത് ആരാ വന്നിരിക്കുന്നത് നോക്കിയേ. ഇങ്ങോട്ട് ഓടി വാ. ഞാൻ ഇന്നലെയും കൂടി ആലോചിച്ചതാ, ചന്ദ്രിക ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട് കുറെ നാളായല്ലോ എന്ന്. കാണുന്നു തോന്നുമ്പോഴേ ചന്ദ്രികയുടെ മോൾ അങ്ങോട്ട് ചെല്ലുമല്ലോ. പിന്നെ ഇവിടെ ആരെ കാണാനാ ചന്ദ്രിക വരുന്നത്, അല്ലേ? അയ്യോ, അങ്ങനൊന്നുമില്ല. വരാൻ വേണ്ടി പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലായിരുന്നു, അതുകൊണ്ടാ വരാതിരുന്നത്. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്തോ വിശേഷമുണ്ടെന്നാണല്ലോ. അമ്മ മാത്രമേ വന്നുള്ളൂ, നിഖിലിനെയും കൂട്ടി വരായിരുന്നില്ലേ? വെറുതെ അവന്റെ ക്ലാസ് കളയണ്ടെന്ന് കരുതി. ഇതിപ്പോ ഞാൻ വന്ന് ക്ഷണിക്കേണ്ട കാര്യമല്ലല്ലോ. അപ്പൊ ഗോപിയേട്ടൻ പറഞ്ഞത് കറക്റ്റ് ആണല്ലോ, എന്തോ വിശേഷമുണ്ട്. വിശേഷം ഉണ്ടെന്നും ഇവിടെ വന്ന് ക്ഷണിക്കുമെന്നും അമ്മ പറഞ്ഞിരുന്നു.
സത്യം പറയാലോ, കാര്യം എന്താണെന്ന് എന്നോടും പറഞ്ഞിട്ടില്ല. അതൊക്കെ നമുക്ക് വിശദമായിട്ട് തന്നെ സംസാരിക്കാം. ചന്ദ്രിക ഇരിക്ക്. എനിക്ക് ചന്ദ്രിക. അപ്പോ ഇനി സസ്പെൻസിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. പറയൂ ചന്ദ്രികെ, എന്തൊക്കെയാ വിശേഷങ്ങൾ? വിശേഷം ഞങ്ങളെ കുടുംബ വീട്ടില് പുലിപ്പാറയില്ല. തറവാട് വീട് അവിടെയാ. ഇവളുടെ മുത്തശ്ശി മാത്രമേ അവിടെയുള്ളൂ. ഞങ്ങൾക്ക് അവിടെ ഒരു കുടുംബ നാഗരികാവുണ്ട്. ആ, കാര്യം പിടികിട്ടി. നാഗപഞ്ചമി വരികയാണല്ലേ? അതെ, നാഗപഞ്ചമി മഹോത്സവം മറ്റന്നാ തുടങ്ങുകയല്ലേ. ഉം. ആൽപ്പനമോട് നാഗരികാവിലെ നാഗപഞ്ചമി മഹോത്സവം എന്ന് വെച്ചാ വലിയ വിശേഷ. അതെയോ? ആഹാ. ഉത്സവ ദിവസങ്ങളിലായി 3 ദിവസം കുളിച്ചു തൊഴുത് പ്രാർത്ഥിച്ച മനസ്സിലാഗ്രഹിച്ച് എന്തും നടക്കുന്ന വിശ്വാസം. ആ, ഇത്തവണത്തെ നാഗപഞ്ചമിക്ക് നാഗരപൂജ നടക്കുമ്പോ ഗൗതമും നിധിയും ചേർന്ന് വിളക്ക് കൊളുത്തണമെന്ന മുത്തശ്ശി പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. 3 ദിവസം ഇവർ രണ്ടുപേരും അവിടെ ഉണ്ടാവണം. അതിന് ക്ഷണിക്കാൻ വേണ്ടിയാ ഞാൻ വന്നത്. ഏതോ അമ്പലത്തിലെ ഉത്സവം എന്നൊക്കെ പറഞ്ഞ് ഗൗതമിന് ഇവിടുന്ന് 3-4 ദിവസമൊക്കെ മാറി നിൽക്കാൻ പറ്റുമോ? അതൊന്നും നടക്കുന്ന കാര്യമല്ല. വിട്ടേക്ക്. ഒരു ക്ഷേത്രകാര്യമല്ലേ വസു, അവര് പോയിട്ട് വരട്ടെ. ഏത് സമയവും ജോലിയും തിരക്കുന്ന് പറഞ്ഞ് ഓടുന്നവനല്ലേ ഗൗതം. ഒരു ചേഞ്ച് ആയിക്കോട്ടെ. അതെ വസു, പിള്ളേര് രണ്ടുപേരും കൂടി ഒന്ന് പോയിട്ട് വരട്ടേന്നേ. ഇവരുടെ വിവാഹം കഴിഞ്ഞുള്ള ആദ്യത്തെ നാഗപഞ്ചമിയാ. ഗൗതമും നിധിയും ഒരുമിച്ച് വിളക്കെത്തിച്ച് പൂജകൾ നടത്തിയ ഐശ്വര്യങ്ങളുണ്ടാവും. സന്താനലബ്ധിക്കും കുടുംബജീവിതത്തിന്റെ സൗഖ്യത്തിനൊക്കെ വിളിച്ച വിളി കേൾക്കുന്ന നാഗദൈവങ്ങൾ അവിടെയുള്ളത്. ആഹാ. കാവിന് കുറച്ചടുത്ത് തന്നെ തറവാട് വീടുമുണ്ട്. 3 ദിവസം ഇവർക്കവിടെ താമസിക്കുകയും ചെയ്യാം. അതിനുള്ള സൗകര്യമൊക്കെ മുത്തശ്ശി അവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്ത് സൗകര്യം? ഗൗതം ജീവിച്ചു വരുന്ന ഒരു ജീവിത സാഹചര്യമുണ്ട്. അവന് AC ഇല്ലെങ്കിൽ ഉറങ്ങാൻ പോലും പറ്റില്ല. അതൊക്കെ പോട്ടേന്ന് വെക്കാം. നാഗരികാവ് മണ്ണാങ്കട്ടാന്നൊക്കെ പറഞ്ഞ് ആവശ്യമില്ലാത്ത സമയം വേസ്റ്റ് ആക്കേണ്ട എന്ത് കാര്യമാ ഉള്ളതിപ്പോ? ഒരു വിളക്ക് കത്തിച്ചാലേ സന്താന സൗഭാഗ്യവും കുടുംബ സൗഖ്യവും ഒക്കെ കിട്ടുമെങ്കിലേ ലോകത്തെല്ലാവർക്കും നാഗരികാവിൽ നടന്ന് വിളക്ക് കത്തിച്ചാ പോരെ?